Hi students, welcome back to our science class. Today we are going to start with a new topic, that is some plant fibers. Okay, standard 6 science topic is some plant fibers. Okay, we get cotton from cotton plant. Okay, you take your text. Some plant fibers. Okay. Cotton wool is used for fitting mattresses, quilts or pillows. Okay. അതായത് നമുക്കറിയാം പ്ലാന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്ന കോട്ടണും ജൂട്ടും ഒക്കെ പ്ലാന്റ് ഫൈബേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന കോട്ടൺ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു? മാട്രസസ് ഉണ്ടാക്കുന്നു. അതുപോലെ മെത്തയും പില്ലോ തലവണ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കോട്ടൺ ഉപയോഗിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേർ ഡസ് ദിസ് കോട്ടൺ വൂൾ കം ഫ്രം? എവിടെ നിന്നാണ് ഈ കോട്ടൺ കിട്ടുന്നത്? Cotton plants are usually grown at places having black soil and warm climate. അതായത് കോട്ടൺ സോയിൽ കോട്ടൺ പ്ലാന്റ് വളരുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിലാണ്. അതുപോലെ വാം ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോട്ടൺ പ്ലാന്റ് നന്നായിട്ട് വളരുകയുള്ളൂ. ദ ഫ്രൂട്ട്സ് ഓഫ് ദ കോട്ടൺ പ്ലാന്റ്, കോട്ടൺ ബോൾസ് ആർ അബൌട്ട് ദ സൈസ് ഓഫ് ലെമൺ. അതായത് ഒരു ലെമണിൻ്റെ സൈസ് ആകുമ്പോഴത്തേക്കിന് ആഫ്റ്റർ മെച്ചുറിങ് ദ ബോൾസ് ബസ്റ്റ് ഓപ്പൺ ആൻഡ് ദ സീഡ്സ് കവേർഡ് വിത്ത് കോട്ടൺ ഫൈബേഴ്സ് ക്യാൻ യു സീ ദിസ്? നമുക്കറിയാം ഈ കോട്ടൺ നന്നായിട്ട് ആ കോട്ടൺ പ്ലാന്റിൽ അതിൻ്റെ സീഡ് നന്നായിട്ട് മെച്ചുറായി കഴിയുമ്പോഴത്തേന് അത് തന്നെ പൊട്ടി അതിനകത്തുനിന്ന് കോട്ടൺ ഫൈബേഴ്സ് കാണാൻ പറ്റും. ക്യാൻ യു സീ ദിസ്? ഓക്കെ, ഈ കോട്ടൺ ഫൈബേഴ്സ് നമ്മൾ ഈ കോട്ടൺ പ്ലാന്റിൽ മെച്ചുറായിട്ടുള്ള ഈ കോട്ടൺ സീഡ്സിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ. ഫ്രം ദീസ് കോട്ടൺ ഈസ് യൂഷ്വലി പിക്ഡ് ബൈ ഹാൻഡ്. അതായത് നമ്മൾ കൈകൊണ്ട് ഇത് നുള്ളിയെടുക്കും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഫൈബേഴ്സ് ആർ ദെൻ സെപ്പറേറ്റഡ് ഫ്രം ദ സീഡ്സ് ബൈ കോംബിങ്. അതായത് ഇതിനകത്തുനിന്ന് ഈ കോട്ടൺ സീഡിൽ നിന്ന് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, the fibers are then separated from the seeds by combing. This process is called ginning of cotton. അതായത് ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗിന്നിങ്. അതായത് ഫൈബേഴ്സ് കോട്ടൺ സീഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ഗിന്നിങ്? ദ ഫൈബേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ സീഡ്സ് ബൈ കോംബിങ്. അതായത് കോട്ടൺ ഫൈബേഴ്സ് ആർ ദെൻ സെപ്പറേറ്റഡ്, അതായത് കോട്ടൺ സീഡിൽ നിന്ന് കോട്ടൺ ഫൈബർ സെപ്പറേറ്റ് ചെയ്യുക. Cotton fibers are then separated from the seeds by combing. This process is called ginning. Okay. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗിന്നിങ്. നെക്സ്റ്റ് ഈസ് ജൂട്ട്. നമുക്കറിയാം നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നതാണ് കോട്ടൺ, ജൂട്ട്, വൂൾ ഇതൊക്കെ. ഇതിൽ കോട്ടണും ജൂട്ടും നമുക്ക് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്. വി ഒബ്റ്റെയിൻ കോട്ടൺ ആൻഡ് ജൂട്ട് ഫ്രം പ്ലാന്റ്. ജൂട്ട് ഫൈബർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്റ്റെം ഓഫ് ജൂട്ട് പ്ലാന്റ്. ജൂട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് ജൂട്ട് കിട്ടുന്നത്. ജൂട്ട് ഈസ് മെയിൻലി ഗ്രോൺ ഇൻ വെസ്റ്റ് ബംഗാൾ, ബീഹാർ ആൻഡ് ആസാം. അതായത് ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. റെയിനി സീസണിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ജൂട്ട് മെയിനായിട്ട് കിട്ടുന്നത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം ഈ പറയുന്ന സ്റ്റേറ്റിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. ദ ജൂട്ട് പ്ലാന്റ് ഈസ് നോർമലി ഹാർവെസ്റ്റഡ് വെൻ ഇറ്റ് ഈസ് അറ്റ് ഫ്ലവറിങ് സ്റ്റേജ്. അതായത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിലാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ദ സ്റ്റെം ഓഫ് ദ ഹാർവെസ്റ്റഡ് പ്ലാന്റ്സ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ്. The stem, root and fibers are separated by hand. ഈ സ്റ്റെമ്മ് നമ്മൾ ഈ കൾട്ടിവേറ്റ് ചെയ്തെടുത്ത ഈ പ്ലാന്റ് കുറച്ച് ദിവസം വെള്ളത്തിലങ്ങ് മുക്കി വെക്കും. എന്നിട്ട് അപ്പോൾ ഇതിന് സ്റ്റെമ്മിൽ നിന്ന്
ഫൈബർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ. To make fabrics, all these fibers are first converted into yarns. അതായത് നമുക്ക് കിട്ടിയ ഈ ഫൈബേഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? യാൺസ് ആയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഫാബ്രിക് ഉണ്ടാക്കുന്നത്. ഓക്കെ. സ്പിന്നിങ് കോട്ടൺ യാൺ. വാട്ട് ഈസ് സ്പിന്നിങ്? The process of making yarn from fiber is called spinning. അതായത് ഫൈബറിൽ നിന്ന് യാൺ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പിന്നിങ്? The process of making yarn from fiber is called spinning. The process of making yarn from fiber is called spinning. സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സ് ചേർത്ത് യാൺസ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പിന്നിങ്. The simple device used for spinning is a hand spindle, also called tekli. Okay. Use of charka was popularized by Mahatma Gandhi. അതായത് ചർക്ക, നിങ്ങൾ ചർക്ക കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ചർക്കയുടെ ഉപയോഗം പോപ്പുലറൈസ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ആസ് എ പാർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ് മഹാത്മാഗാന്ധി ഈ ചർക്ക പോപ്പുലറൈസ് ചെയ്തത്. ഹി എൻകറേജ് പീപ്പിൾ ടു വിയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് ഹോം സ്പൺ yarn termed as ഖാദി. അതായത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കാനായിട്ടൊക്കെ പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത്. കാരണം ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ബോഡി കോൾഡ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇൻ 1956. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ നിലവിൽ വന്നത്. സ്പിന്നിങ് ഓഫ് യാൺ ഓൺ എ ലാർജ് സ്കെയിൽ ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിന്നിങ് മെഷീൻ. അതായത് സ്പിന്നിങ് നടത്തുന്നത് സ്പിന്നിങ് മെഷീൻ ഉപയോഗിച്ചാണ്. ആഫ്റ്റർ സ്പിന്നിങ് ദ യാൺസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫാബ്രിക്. അതായത് നമ്മൾ സ്പിന്നിങ്ങിന് ശേഷം ഈ ഉപയോഗിക്കുന്ന ഈ യാൺസ് ഉപയോഗിച്ചാണ് നമ്മൾ ഫാബ്രിക്സ്, തുണികളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് യാൺ ടു ഫാബ്രിക്. ഇനി ഈ യാൺസ് കൂട്ടിച്ചേർന്ന് എങ്ങനെയാണ് ഈ യാണിൽ നിന്ന് ഫാബ്രിക് ഉണ്ടാക്കുന്നത് നോക്കാം. ദെയർ ആർ മെനി വേസ് ബൈ വിച്ച് ഫാബ്രിക്സ് ആർ മെയ്ഡ് ഫ്രം യാൺസ്. ദ ടു മെയിൻ പ്രോസസ് ആർ വീവിങ് ആൻഡ് നെറ്റിംഗ്. അതായത് ഫാബ്രിക് ഉണ്ടാക്കുന്നതിൽ രണ്ട് മെയിൻ പ്രോസസ്സാണ് വീവിങ്ങും നെറ്റിങ്ങും. വാട്ട് ഈസ് വീവിങ്? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് two sets of yarn together make a fabric. This process is called weaving. Okay, what is weaving? The process of arranging two sets of yarns together make a fabric. This process is called weaving. ഈ പറയുന്ന പ്രോസസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. spinning, weaving. What is weaving? The process of arranging two sets of yarns together make a fabric. അതായത് യാൺസ് കൂടി ചേർന്ന് ഫാബ്രിക് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വീവിങ്. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ടു സെറ്റ്സ് ഓഫ് യാൺസ് ടുഗദർ മേക്ക് എ ഫാബ്രിക്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് വീവിങ്. Okay, there is an activity for you. Activity 5. Take 2 sheets of paper of different colors. Cut square pieces of length and width equal to 30 cm from each sheet. അതായത് 2 കളർ ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. ലെങ്തും വിഡ്ത്തും 30 cm ആയിരിക്കണം. ഫോൾഡ് ബോത്ത് ദ ഷീറ്റ്സ് ഇൻറ്റു ഹാഫ്. അതായത് 2 ഷീറ്റും നമ്മൾ പകുതി വെച്ച് മടക്കണം. ഓൺ 1 ഷീറ്റ് ഡ്രോ ലൈൻസ് and shown in the figure 3.12. കണ്ടോ? ക്യാൻ യു സീ ദിസ്? ഇങ്ങനെ 2 പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ
ഇത് മടക്കുക. കണ്ടോ? കട്ട് ബോത്ത് ദ ഷീറ്റ്സ് അലോങ് വിത്ത് ഡോട്ടഡ് ലൈൻസ് ആൻഡ് അൺഫോൾഡ്. കണ്ടോ? Can you see this picture? Weave the stripes one by one through the cuts in the sheets of paper as shown. ഇതുപോലെ കട്ട് ചെയ്ത ആ ഷീറ്റ് പേപ്പർ നമ്മൾ ഇതുപോലെ വീവിങ് വിത്ത് ദ പേപ്പർ സ്ട്രിപ്സ്. ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത്. Next is figure 3.13, handloom. In a similar manner, two sets of yarns are woven to make a fabric. The yarns are much thinner than our paper strips. Of course, weaving of fabric is done on looms. Kando? This is hand looms. The looms are either hand operated or power operated. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടി വിക്കകത്തൊക്കെ കാണുന്നതാണ്. പിന്നെ സാരിയൊക്കെ ഉണ്ടാക്കുന്നത് ഹാൻഡ്ലൂമിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ഈസ് നെറ്റിംഗ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് നെറ്റിംഗ്. Netting, a single yarn used to make a piece of fabric. Figure 3.13. Have you ever pulled the yarn from a torn pair of socks? What happened? A single yarn get പുൾ ഔട്ട് കണ്ടിന്യൂസ്ലി. അതായത് നമുക്കറിയാം, നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ ഓരോരോ നൂലായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അല്ലേ? Socks and many other clothing items are made of netting fabrics. Netting is done by hand and also on machines. Netting അത് സൂചി ഉപയോഗിച്ച് തയ്ക്കത്തില്ലേ, അത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് മെറ്റീരിയൽ. Have you ever wondered that materials people used in ancient times for clothes? അതായത് ഏൻഷ്യൻ്റ് ടൈംസിൽ എന്തായിരുന്നു ആൾക്കാർ ഡ്രസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത്? they used the bark and big leaves of trees or animal skins and furs to cover themselves. അതായത് ഈ ആനിമൽസിൻ്റെ സ്കിന്നും അതുപോലെ വലിയ വലിയ ലീവ്സും ഒക്കെ ഉപയോഗിച്ചാണ് അവർ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആഫ്റ്റർ പീപ്പിൾ ബിഗാൻ ടു സെറ്റിൽ ഇൻ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ്, ദേ ലേൺ ടു വീവ് ട്വിഗ്സ് ആൻഡ് ഗ്രാസ് ഇൻ ടു മാറ്റ്സ് ആൻഡ് ബാസ്ക്കറ്റ്സ്. അതായത് പീപ്പിൾ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കാനായിട്ട് അല്ലെ സെറ്റിൽ ചെയ്തപ്പോഴാണ് ആൾക്കാർ ഈ പറയുന്ന ഈ ഡ്രസ്സ് ഫാബ്രിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, ദ ഏർലി ഇന്ത്യൻസ് wore fabrics are made out of cotton that grow in the region of the river Ganga. അതായത് ഗംഗ റിവറിൻ്റെ സൈഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാണ് ഫാബ്രിക്സ് ഉണ്ടാക്കുന്നത്. ഫ്ലാക്സ് ഈസ് ഓൾസോ എ പ്ലാന്റ് ദാറ്റ് ഗീവ്സ് നാച്ചുറൽ ഫൈബേഴ്സ് ഇൻ ഏൻഷ്യൻ്റ് ഈജിപ്റ്റ്. അതായത് ഏൻഷ്യൻ്റ് ഈജിപ്റ്റിൽ ഫ്ലാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്നും ഉപയോഗിക്കുന്ന ഫൈബർ ഉപയോഗിച്ചും ഫാബ്രിക്സ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, കോട്ടൺ ആസ് വെൽ ആസ് ഫ്ലാക്സ് ആർ കൾട്ടിവേറ്റഡ് നിയർ ദ റിവർ നൈൽ ആൻഡ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫാബ്രിക്സ്. അതായത് നൈൽ നദിയുടെ തീരത്ത് ഈ ഫ്ലാക്സും അതുപോലെ കോട്ടണും കൾട്ടിവേറ്റ് ചെയ്യും. ഇത് ഉപയോഗിച്ചാണ് അവർ ഫാബ്രിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, this is the process of making fiber to fabric. Cotton rules, ഗിന്നിങ്ങിലൂടെ സീഡിൽ നിന്ന് ഫൈബർ സെപ്പറേറ്റ് ചെയ്യുന്നു. ആ ഫൈബറിനെ സ്പിന്നിങ്ങിലൂടെ യാൺ ആക്കുന്നു. യാൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീവിങ്ങിലൂടെ ഫാബ്രിക്സ് ഉണ്ടാക്കുന്നു. വീവിങ് ആൻഡ് നെറ്റിംഗ്. ഓക്കെ,
is our chapter 3. Chapter 3 is over. These are the important topics: ginning, spinning, weaving and netting. Okay, you study well. We will meet in the next class. Thank you.